ഉള്ളവരെ വിമർശനം ആണ് ഇന്ന് സോഷ്യൽ മീഡിയ തുറന്നാൽ അധികവും കാണാൻ സാധിക്കുക. ഒരാളെ എന്നില്ലാതെ എല്ലാവരെയും നിരന്തരമായി നിരർത്ഥകമായി വിമർശിച്ചു കൊണ്ടിരിക്കുക, അതിന് റിപ്ലൈ കൊടുക്കുക, വീണ്ടും റിപ്ലൈ കൊടുക്കുക, ഇങ്ങനെ വിമർശിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് മിക്കവരുടെയും ഒരു ഹോബി എന്ന് തന്നെ പറയാം. അപ്പോൾ അത് കാണാനും പ്രേക്ഷകരുണ്ട്. മറ്റൊരാൾ പരിഹസിക്കുകയാണ്. നമ്മൾ നോർത്ത് ഒരാളെ പരിഹസിക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന മനോനിലയും അദ്ദേഹത്തിൻ്റെ വിഷമവും എത്രയായിരിക്കാം. അപ്പോൾ പറയും ഞാൻ വിമർശിച്ചില്ലെങ്കിൽ നടക്കും. ചില കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ വിമർശിക്കേണ്ടത് തന്നെയാണ്. ചില കാര്യങ്ങളൊക്കെ മതസ്പർദ്ധ പരത്തുന്ന തെറ്റായ ചിത്രീകരണം നടത്തുന്നതൊക്കെ നമുക്ക് വിമർശിച്ചേ മതിയാകും. പക്ഷെ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഈ അടുത്ത് ഞാനൊരു ഇത് കണ്ടത് വന്നിട്ട് പറയാണ്, ആത്മീയപരമായി ഓൺലൈൻ മജ്‌ലിസുകൾ നടത്തിയിട്ട് തട്ടിപ്പാണ്. ഈ പറയപ്പെടുന്ന ആൾ ഈ ഓൺലൈനിലല്ലേ ഇരിക്കുന്നത്, ഓൺലൈനിലൂടെ അല്ലേ പൈസ വാങ്ങുന്നില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. പൈസ സമ്പാദിക്കുന്നത്, കുറച്ചെങ്കിലും പൈസ സമ്പാദിക്കുന്നത് ഈ ഓൺലൈനിലൂടെ അല്ലേ. അല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന് നിശിതമായി വിമർശിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണെന്ന കരുത്ത്. ഒരു ഭ്രാന്തനാണെങ്കിൽ പോലും അഹ്ലു ബൈത്തിനെ കളിയാക്കരുത്, വിഷമിപ്പിക്കരുതെന്നാണ് നമ്മുടെ മതം പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മൾ എന്തുകൊണ്ടോ അതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല, അത് പ്രാവർത്തിക തലത്തിൽ കൊണ്ടുവരുന്നില്ല. ഇങ്ങനെ വിമർശിക്കും. അപ്പോൾ പറയും അത് അഹ്ലു ബൈത്താണെന്ന് എന്തുറപ്പെന്ന് പറയും. ഏതെങ്കിലും ഒരാളെ പറയുമ്പോൾ അത് അഹ്ലു ബൈത്ത് ആകട്ടെ ആകാതിരിക്കട്ടെ, അത് അവരും അല്ലാഹുവുമായിട്ടാണല്ലോ. ആത്മീയ ചൂഷണമാകട്ടെ ആകാതിരിക്കട്ടെ, അതങ്ങനെ ഞാൻ പറഞ്ഞാൽ മാത്രമാണ് അത് നിൽക്കുക, അല്ലെങ്കിൽ അതിനെ ഒരു തടയിടണം ഇല്ല. അത് അവർ നടത്തിക്കൊണ്ടിരിക്കും. ഇപ്പം ആത്മീയപരമാണെങ്കിലും രാഷ്ട്രീയപരമാണെങ്കിലും ഏത് തരത്തിലുള്ളതായ തട്ടിപ്പും വഞ്ചനയും ചതിയും നടത്തുന്നവർ നിരന്തരം അത് നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ വിമർശിക്കുകയല്ല അവിടെ ചെയ്യേണ്ടത്. സോഷ്യൽ മീഡിയയിൽ വന്ന് വിമർശിക്കുകയല്ല ചെയ്യേണ്ടത്. നേരെ അവരുടെ ഭാഗത്ത് പോയിട്ട് അവരോട് നേരിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. ഇത് നേരെ മറിച്ചിട്ട് ഇങ്ങനെ വിമർശിച്ച് പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. ഓരോ വിഭാഗങ്ങളിലുള്ള ആളുകളിൽ ഇങ്ങനെ സ്പർദ്ധ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സംസാരങ്ങൾ അടിക്കടി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു വല്ലാത്തൊരു അസഹിഷ്ണുത, അത് നമ്മളിൽ ഒരു വല്ലാത്തൊരു വികാരം ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഉൾക്കൊള്ളുന്നതായ മതത്തിലാണ് ഇങ്ങനൊരു പ്രവർത്തനം നടക്കുന്നതെന്ന് കാണുമ്പോൾ തന്നെ എന്തോ ഒരു വലിയൊരു വേദന നമ്മളെ അലട്ടുന്നുണ്ട്. നമ്മൾ പറഞ്ഞാൽ മാത്രമാണ് അത് നിൽക്കുമെന്നൊന്നുമില്ല. നമ്മളത് നേരിട്ട് അവിടെ പോയി എന്ന് പറയുക, സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വന്നിരുന്നിട്ട് അത് പറയുന്നതിന് പകരം അവരോട് നേരിട്ട് പറയുകയോ അല്ലെങ്കിൽ അവരോട് ഉണർത്താൻ പറ്റുന്നവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് അവരെ ഉണർത്തുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? അത് ഞാൻ പല സമയങ്ങളിൽ പലരോടും സംസാരിച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുമുണ്ട്. എല്ലാത്തിനെയും അടച്ചാക്ഷേപിക്കാനോ വിമർശിക്കാനോ ഉള്ള യോഗ്യത നമുക്കില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് എല്ലാ കാര്യങ്ങളും നടക്കൂ എന്ന് കരുതുന്നതും മിഥ്യാധാരണയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സോഴ്സിലൂടെ മറ്റൊരാളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ളതായ ഒരു പ്രവണത നമ്മുടെ ഭാഗത്ത് അല്ലെങ്കിൽ ഒരു സ്വഭാവം നമ്മുടെ ഭാഗത്തുണ്ടായാൽ അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പരാജയത്തിൻ്റെ അടയാളമാണ്. നമുക്ക് ഇന്ന് കാണുന്ന ചിലപ്പോൾ ഈ പളവളപ്പം, ഈ ഒരു ആരോഗ്യമൊക്കെ ക്ഷയിക്കുന്നൊരു, അപ്പോൾ പറയും ഒരുപാട് കാരുണ്യം ചെയ്യുന്നുണ്ട്, ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്, ആനയാണ് കൂനയാണ് എന്താണെന്ന് പറഞ്ഞാലും മറ്റുള്ളവർ കൊടുക്കുന്നതാണെന്ന് പറഞ്ഞാലും ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നുകൊണ്ട് കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും ഒക്കെ വർത്തമാനങ്ങൾ പറയുന്നവർ തന്നെ ഒരു നിലക്ക് നോക്കിയാൽ മതപണ്ഡിതനാണ് എന്ന് പറയാൻ പോലും പറ്റാത്ത തരത്തിൽ ആണ് വിമർശനം. ചില സമയങ്ങളിൽ ഒരു നാണക്കേട് വരുന്ന തരത്തിലാണ് ഈ വിമർശനം. ഹാസ്യരൂപേണയാണെങ്കിലും അവതരിപ്പിക്കുമ്പോൾ ഒരു മാത്രമെങ്കിലും ഇത് ഹദീസിനോ അല്ലെങ്കിൽ ഖുർആനിനോ എതിരാണോ എന്ന് പോലും
ചില സമയങ്ങളിൽ ഓർത്തു പോയിട്ടുണ്ട്, ഇതെന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് ചില സംഭാഷണ ശകലങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുകയും ബോധ്യപ്പെടുകയും. അതുകൊണ്ട് വർഗീയപരമായി വിദ്വേഷം പരത്തുന്നതായ ആളുകൾക്കെതിരിൽ അവർ പറയുന്നത് മിഥ്യയാണെന്നുണ്ടെങ്കിൽ, തട്ടിപ്പാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഹാസ്യരൂപേണയാണെങ്കിലും ഉണർത്താം. അതുകൊണ്ട് കാരണം അത് കേട്ടിരിക്കാൻ ആളുണ്ട് എന്നുള്ളതാണ്. നേരെ മറിച്ച് ഒരു മതത്തെ അല്ലെങ്കിൽ ആ മതത്തിൻ്റെ വിശ്വാസ സംഹിതയെ അല്ലെങ്കിൽ ഒരു നമ്മുടെ മതത്തെ, ഇസ്ലാമിൽ തന്നെയാണെങ്കിലും നമ്മളുടെ മതത്തെ വിമർശിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ മതത്തിൻ്റെ അകത്തുള്ളവർ കാണിക്കുന്ന ചെറിയ ചെറിയ തട്ടിപ്പുകൾ തട്ടിപ്പ് കാണിക്കുന്നവരെ വിമർശിക്കണ്ടേ എന്ന് ചോദ്യമുണ്ട്. അതല്ല ഞാൻ പറഞ്ഞു തന്നത്. ഇങ്ങനെ ഈ വിമർശിക്കുമ്പോൾ ആളുകളുടെ ഒരു അസ്വാരസ്യമുണ്ട്. ജനങ്ങളുടെ ഇടയിൽ പറഞ്ഞില്ലേലും അവരുടെ മനോനുകരത്തിലേക്ക് വരുന്ന ഒരു സംശയവും ഒരു വികാരപ്രകടനമൊക്കെ ഉണ്ട്. അത് നമ്മളൊന്ന് കാണാതെ പോകാൻ പാടില്ല. ഇപ്പം ഈ അടുത്ത കാശ്മീരുടെ ഒരു പ്രസംഗം കേൾക്കാൻ ഇടയായി. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, വേണമെങ്കിൽ ഇതിൻ്റെ അവസാനത്തിൽ ഞാൻ ഇടാം. ഈ ഇന്ത്യയിലാണെങ്കിൽ പോലും ഇവിടെ ഇസ്ലാം മതം വന്നതിൽ ഏറ്റവും പ്രധാന പങ്ക്, അല്ലെങ്കിൽ ഇസ്ലാം മതം വളരാൻ പ്രധാന പങ്ക് ഹിന്ദുക്കൾക്കാണ് എന്ന് അദ്ദേഹം പറയുന്നത്. അത് സത്യമാണ്. യഥാർത്ഥത്തിൽ അവർ അതിനു വേണ്ട സൗകര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തന്നവർ. അപ്പോൾ ഇന്ത്യയിൽ ഇസ്ലാമിന് വേണ്ട എല്ലാ വെള്ളവും വളവും നൽകി നമ്മളെ വളർത്തിയ ഒരു മതമാണ് ഹിന്ദുക്കൾ എന്ന് മനസ്സിലാക്കാം. ഇവരെ ഇങ്ങനെ വിമർശിക്കുകയും ഇങ്ങനെ എന്തോ വർഗീയവാദിയായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതിൽ ഒരു അസഹിഷ്ണുത ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മതത്തിലുള്ളവരെയും ഇങ്ങനെ നിശിതമായി വിമർശിക്കുമ്പോൾ അഹ്ലുബൈത്തിനെയാണെന്നില്ല, പണ്ഡിതന്മാരെയാണെന്നില്ല, ഇങ്ങനെ വിമർശിക്കുമ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ മനസ്സിലും ഉണ്ടാകാറുണ്ട്. അത് മറ്റുള്ളവരിലേക്കും ഉണ്ടാകും. വിദ്യാസമ്പന്നരായ ആളുകളിലൊക്കെ അത് ഉണ്ടാകാൻ സാധ്യത. നല്ല നല്ല പണ്ഡിതന്മാരിൽ അധികവും സംസാരിക്കാതിരിക്കുകയായിരിക്കും ചെയ്യാൻ, മിണ്ടുകയില്ല. അവർ മൗനികളായിരിക്കും. മൗനം വിദ്വാനുഭൂഷണം അല്ലേ? മൗനം എന്നുള്ളത് ഒരറിവുള്ളവന് അത് നല്ലതാണ് എന്ന് അല്ലേ? പക്ഷെ അത് തന്നെ വിഡ്ഢിക്കലങ്കാരം എന്ന് പറയുന്നൊരു സന്ദർഭവും മറ്റൊരു കവിയിലൂടെ നമുക്ക് കേൾക്കാൻ പറ്റും. ഈ മൗനം എന്നുള്ളത് തന്നെ അത് മിണ്ടാതിരിക്കും തോറും അത് വിഡ്ഢിക്ക് അലങ്കാരം എന്ന് പറയുന്ന ഒരു വർത്തമാനവും നമ്മളുടെ നിന്ന്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് പ്രതികരിക്കണം. നമ്മുടേതായിട്ട് വരുന്ന പ്രശ്നങ്ങളിൽ നമുക്ക് പ്രതികരിക്കണം. ഇത് ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. ഇന്ന് രാവിലെ എന്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, ആര് വിമർശിക്കാൻ പറ്റും, ആര് വിമർശിച്ചാലാണ് എനിക്ക് വ്യൂസ് കൂടുക എന്നാണ്. അപ്പോൾ ആത്മീയ തട്ടിപ്പിനെ പ്രോത്സാഹിപ്പിക്കുകയാണോ എന്ന് തോന്നും. ആത്മീയ തട്ടിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല. ആത്മീയ തട്ടിപ്പ് ഒരു വഴിക്ക് നടക്കും. രാഷ്ട്രീയ തട്ടിപ്പ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ചതി അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുണ്ടാകുന്നതായ ചതികളും വെട്ടിപ്പുകളൊക്കെ എല്ലാ ഭാഗത്തും നടക്കും. അപ്പോൾ അതെന്തെങ്കിലും ഒരു വെട്ടിപ്പൊക്കെ ഉണ്ടായാൽ അത് നടന്നതായ ആളുകൾ അവരുടെ കേസുമായിട്ട് മുന്നോട്ട് പോകും. നിയമങ്ങളുടെ വഴിക്ക് പോകും. പക്ഷേ ഇങ്ങനെ നിശിതമായിട്ട് വിമർശിച്ചിട്ട് നമുക്കെന്തെങ്കിലും പ്രത്യേകിച്ച് നേടാനുണ്ടോ എന്ന് ചോദിച്ചാലില്ല. ഒരു അഹ്ലുബൈത്തിനെ ആണെങ്കിലും മറ്റൊരു മതത്തിൽപ്പെട്ട ആളിനെ ആണെങ്കിലും നമ്മളിങ്ങനെ വിമർശിച്ചിട്ട് നമുക്ക് എന്ത് നേടാൻ പറ്റുമെന്നാണ് പറയുന്നത്. എനിക്കത് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. ഇങ്ങനെ വിമർശിച്ചു കൊണ്ടിരിക്കുക. തങ്ങളെ തട്ടിപ്പ്, ഈ ഉസ്താദ് തട്ടിപ്പ്, ഈ മൗലവി തട്ടിപ്പ്, അവിടെ തട്ടിപ്പ്, ഇവിടെ തട്ടിപ്പ് തന്നെ തട്ടിപ്പ്. പിന്നെ മതത്തിൻ്റെ പേരിലും വലിയ തട്ടിപ്പ്, യുക്തിവാദത്തിൻ്റെ പേരിലും അതിനേക്കാൾ വലിയ തട്ടിപ്പ്, എല്ലാം തികഞ്ഞവനാണ് ഞാൻ എന്നുള്ളൊരു കരുത്ത് അത് ശരിയായൊരു നടപടിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ നിന്നൊക്കെ മാറി ചിന്തിച്ച് നല്ലൊരു സ്വഭാവത്തിലും നല്ലൊരു സാഹചര്യത്തിലേക്ക് മാറുന്നൊരു ചുറ്റുപാട് ഉണ്ടാക്കിയെടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്നാണ് വിനീതമായ അഭിപ്രായം.